ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇതിനെ എതിർക്കുന്ന രീതിയിൽ ഒരു രേഖയും ഹാജരാക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. എക്സോലോജിക്കിന്റെ ഒരു പ്രതിനിധിക്കും കഴിഞ്ഞിട്ടില്ല. ROCയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ മഞ്ജുഷ്, നമുക്കറിയാം ഇതിൽ ഒത്തിരി നിയമലംഘനങ്ങളും ഒത്തിരി അഴിമതിയും നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. മാത്രമല്ല, എക്സാലോജി കമ്പനി ഉടമയെ, അതായത് തന്റെ മകളെ കേട്ടിട്ടില്ല കേന്ദ്ര ഏജൻസി എന്ന്, പക്ഷെ കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിയുമ്പോൾ നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അദ്ദേഹം നിയമസഭയിൽ പച്ചക്കള്ളം പറയുന്നു. അദ്ദേഹം പറയുന്നു PV എന്നാൽ പിണറായി വിജയൻ എന്ന് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടില്ല എന്ന്. കാരണം ഈ റിപ്പോർട്ട് മുഴുവനായിട്ട് മലയാള മനോരമയോ ഏതും പത്രമോ ചാനലോ ഒന്നും പുറത്തുവിടുന്നില്ലല്ലോ. അതിൻ്റെ അകത്ത് PV എന്നാൽ പിണറായി വിജയൻ തന്നെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സാധാരണ CPM വോട്ട് ചെയ്യുന്ന അടിമകളൊന്നും ഇത് വായിക്കാൻ സാധ്യതയില്ല എന്നും കരുതി അവരെ ഇങ്ങനെ അങ്ങോട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് വിചാരിക്കുന്നത് പണ്ട് ഈ സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലും ഒക്കെ നടത്തിയ ആ ന്യായീകരണങ്ങൾ പോലെ ഇതുപോലെ കൊണ്ട് ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ മതി, ജനങ്ങൾ വിശ്വസിക്കില്ല. അല്ലല്ല, നിങ്ങള് സ്വതന്ത്ര നിരീക്ഷകനായി വന്നിരുന്നിട്ട് ഇമാതിരി വർത്താനം പറയരുത്. CPM വോട്ട് ചെയ്യുന്ന അടിമകളോ? ജനങ്ങളെ നിങ്ങൾ അടിമകളെന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അധികാരത്തിലിരിക്കുന്ന ഏത് സർക്കാരിനെ വിമർശിക്കാം സാധാരണ വോട്ട് ചെയ്യുന്ന ആളുകളെ അടിമയാണ്. ക്യാമറമാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. നാണമുണ്ടോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ പറയാൻ? ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പ്രൂവ് ചെയ്യൂ. ഞാൻ ഇങ്ങനെ TV ചർച്ചയിൽ വന്നിട്ട് CPM ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ കൊട്ടേഷൻ എടുത്ത കുറെ ആളുകളുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ഇങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അപ്പൊ അവരുടെ സ്ഥിരം പ്രയോഗങ്ങളിൽ ഒന്നാണ് ഈ പാർട്ടി ഗ്രാമവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പേടിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അടിമകൾ എന്നല്ലാതെ ഉടമകളൊന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ CPM തത്വവും അതിന്റെ മാർക്സിസ്റ്റ് തത്വശാസ്ത്രവും ഒക്കെ പഠിച്ച് അതിന്റെ പേരിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയാൻ പറ്റുമോ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ ഒരു സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ.